ഇവിടെ അനിരുദ്ധൻ ആളുണ്ടോ? ഓ ഉണ്ടല്ലോ. എന്താ? ഏയ് അനിരുദ്ധ, എന്താ? ഒരു തികച്ചൊഴിക്കാൻ സമ്മതിക്കില്ലല്ലോ. എന്താണ് കാര്യം? നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. കാര്യം എന്താണ് ബ്രദർ? എന്റെ അമ്മ ആശുപത്രിയില്ല. തുറക്കണില്ലല്ലോ. എന്റെ അമ്മായി അമ്മയുടെ ഹോസ്പിറ്റൽ. പോലീസുകാർക്കെതിരെ നീ കള്ളസാക്ഷി പറയില്ല. ഇനി പൊയ്ക്കോ. ഈ മാസത്തെ വീട്ടിൽ കാരണവർ എത്ര രൂപ നമുക്ക് കാണും? ഏതാണ്ട് 500 രൂപ അത്രയും തുകയ്ക്കുള്ള കൊതുമ്പോ നമുക്ക് കാണും. നിങ്ങൾ വലിയ പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മയെ മണിയടിച്ച് കുറച്ചു കാലം വീട്ടുകാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാലെന്താ? എങ്ങനെ മണിയടിച്ചാലും അമ്മ വീഴില്ല. അതെ, മണി ഉണ്ടാക്കാനുള്ള മോഹവും വേണ്ട. നീ ലൈറ്റ് അണിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതിന്റെ മാസം നാളെ എഴുതാം. എന്നാലേ നമ്മുടെ മാസം ഇന്ന് എഴുതാൻ തയ്യാറായിക്കോ. ആ സൈലീൻ ചേച്ചിയുടെ അനീതി സ്റ്റെല്ല ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട്. ഇനി അവളുടെ ചെലവും കൂടി നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും. അവളിങ്ങോട്ട് വരട്ടെ, ഞാൻ ഷെയർ ചെയ്യാം. സ്റ്റെല്ല തേങ്ങ. എത്രയായി? 18. തിരിച്ചങ്ങോട്ട് സവാരി കിട്ടത്തില്ല. പാതി റിട്ടേൺ തന്നേ പറ്റൂ. പത്താപ്പുറം കിട്ടാണോ? താനേ തിരിച്ചു പോകണമെന്ന് എനിക്ക് ആദ്യം നിർബന്ധമില്ല. ഞാനിവിടെ മാസത്തിൽ 2 തവണ വന്നിട്ട് പോകുന്ന ആളാ. കൃത്യം 12 രൂപ. 18 കിട്ടിയേ പറ്റൂ. അയ്യോ കിട്ടിയേ പറ്റൂ. 18. എന്നാ 18 തെരഞ്ഞെടുത്ത് പിടിച്ചാൽ മതി. 18 കിട്ടി. അതെ, ഇത് പ്രശസ്തനായ ഒരു വക്കീലും അത്ര പ്രശസ്തി ഇല്ലാത്തൊരു പോലീസ് ഓഫീസർ താമസിക്കുന്ന വീടാ. അവരുടെ പേര് തന്നെ ഉണ്ട് സത്യം ധർമ്മം. അറിയാമോ? പോണം. ഇരിക്കെ. വണ്ടി സമയത്തിന് തന്നെ കിട്ടിയല്ലേ മോളെ? ചേച്ചി ചേട്ടൻ പോയോ? ഇന്നൊരു കൊലക്കേസിന്റെ വാദം തുടങ്ങി, അതുകൊണ്ട് നേരത്തെ പോയി. വല്യമ്മച്ചിക്ക് മേലായിയൊന്നും ഇല്ലല്ലോ അല്ലേ? സർവീശ്വരന്റെ കാരുണ്യം കൊണ്ട് ഒരു അസുഖവും ഇല്ല. ഇവിടെ എന്നും നന്മ ഉണ്ടാവാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും അന്തോണീസ് പുണ്യാളന്റെ പള്ളിയിൽ മെഴുകി എത്തിക്കാറുണ്ട്. എന്റെ പുണ്യാളാ. ഉമ്മ ചേച്ചി ശവനാ ചേച്ചി എന്നെ ഒന്ന് മിണ്ടാ നിൽക്കുന്നേ. ചേച്ചി എഴുതാറുണ്ട് നിങ്ങൾ എപ്പോഴും എന്റെ കാര്യം അന്വേഷിക്കാറുണ്ടെന്ന്. ഇനി നിങ്ങളാരും വിഷമിക്കാനും വേണ്ട. എന്റെ കെട്ട് കഴിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അതിനെന്താ, സെലീനയുടെ അനിയത്തിക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാലോ. ഈ സ്നേഹം എനിക്ക് എപ്പോഴും ഒരു വീക്കിനെസ് വല്യമ്മച്ചി. അത് കാണുന്നിടത്ത് ഫേവിക്കോള് പോകാൻ ഞാൻ മതി. വന്ന് കരുതലേ ഉള്ളൂ. ഇതായി പെണ്ണിന്റെ ഒരു കുഴപ്പം. നാക്കങ്ങോട്ട് എടുത്താ പിന്നെ അത് വായിലോട്ടിടാൻ പാടാ. വായിലിട്ടു. ഈ വയറ്റിലോട്ടിടാന്നല്ലോ. എന്താ എന്നെ വിളിച്ചപ്പോ എന്നെ കത്താതെ. അക്ഷരം പഠിക്കാനുള്ള സമയത്ത് കളി. എന്റെ അച്ഛനില്ല ഇവിടെ. ശരി, നിന്നോടല്ല. എപ്പം തുടങ്ങിയ പൂരം ചെവിതല കേൾക്കണ്ട. ഇവിടെ ഉള്ളത് നിങ്ങൾ പോരായിട്ട് അയൽവകത്തുനിന്ന് ഇറക്കുമതിയും എവിടെങ്കിലും കാര്യം മക്കളെ. എന്താടാ ഒരു ആക്കേ ചിരി? ഞങ്ങള് കൈകാരുടെ മക്കളാണെന്ന് ഓർത്തപ്പോ തിരിച്ചു പോയതാ. തന്തയ്ക്ക് താളടിക്കാതെ പോയിടാ. കണ്ടില്ലേ, ഇതാ ഇവിടുത്തെ അംഗം. ചേട്ടന്റെ മക്കളല്ലേ? മത്ത കുത്തി ആ കുമ്പളം മുളക്കത്തില്ലല്ലോ. തനിക്കൊരെണ്ണം ഉണ്ടാകട്ടെ, അപ്പൊ അനുഭവിച്ചോളും. ആ അനുഭവത്തിനും ഉണ്ടായിരിക്കുമല്ലോ ചേട്ടാ ഒരു സുഖം. അതാകുന്ന നോക്കുമ്പോഴേ. അതൊക്കെ പോട്ടെ, ചേട്ടൻ ഇന്നെന്താ ഡ്യൂട്ടിക്ക് വരായിരുന്നേ? ഡ്യൂട്ടിക്ക് വരാൻ ഇറങ്ങിയാടോ. അന്നേരം അപമ്പ്രനോത്തിക്ക് പെട്ടെന്നൊരു ഛർദിലും തളർച്ചയൊക്കെ. ദഹനക്കേടായിരിക്കും ഞാൻ ആശുപത്രി കൊണ്ടുപോയി. പരിശോധന കഴിഞ്ഞ ഡോക്ടർ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇറങ്ങിപ്പോയി. വല്ല ക്യാൻസറോ മറ്റോ? അതായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു. ഇത് മറ്റേതാ. എന്താ? ഗർഭം. അയ്യോ, ചായ വേണ്ടായിരുന്നല്ലോ ചേച്ചി. വയ്യാണ്ടിരിക്കുമല്ലേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ? അതിന് വെക്കെന്താ എത്ര ബുദ്ധിമുട്ട്? ഞാനല്ലേ കിടന്ന് ചക്രവാസം ഭരിക്കുന്നത്. എളനെ പറ്റുന്ന കട ഇതുവരെ തീർന്നിട്ടില്ലേ? ഇവിടെ എപ്പോഴും കണക്ക് കുറച്ചല്ലേ നേരമുള്ളൂ. എങ്ങനെ പറയായിരിക്കും? ഒരു പെങ്കച്ചനെ കിട്ടി ഇറങ്ങും നിർബന്ധമാണെങ്കിൽ ഇങ്ങനെ പെറ്റ് പരീക്ഷിക്കാതെ എവിടെന്നെങ്കിലും ഒന്നിനെ ദത്തെടുക്കാൻ പറഞ്ഞാൽ കേക്കണ്ടേ? ഈ പ്രാവശ്യം എന്തായാലും പെണ്ണ് തന്നെയായിരിക്കും. എന്റെ ജാതകത്തിലുണ്ട്, നോക്കിക്കോ. നോക്കാൻ തന്നെയാ പോകുന്നത്. ഇപ്പൊ അതൊക്കെ നേരത്തെ അറിയാനുള്ള സംവിധാനമുണ്ട്. സ്ക്രീനിങ് അല്ല സ്കാനിങ്. നോക്കിയിട്ട് പെണ്ണല്ല ഞാൻ അതിനെ അങ്ങ് കളയും. അലസിപ്പിച്ച് കളയും. നിങ്ങൾ ഉണ്ടാകാൻ ഉരുളി കമിഴ്ത്തുന്നു, ഉണ്ടാകുന്നവരത് കളയുന്നു. താൻ എന്താ പറയാ വിളിച്ചിരിക്കുന്നത്? ചായ കുടിക്കണം. മുണ്ടലൊക്കെ ആക്കി മണ്ടയിലങ്ങ് ഒന്നുമില്ല.
കഴിഞ്ഞ മാസവും പിടുത്തം വളരെ കുറവായിരുന്നു. വളം ചെയ്യേണ്ട സമയമായി. അതും വല്യേട്ടൻ തന്നെ ചെയ്യണമല്ലോ. ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? കാരണവരായി പോയില്ലേ. കാർന്നോര് തന്നെ ചെയ്യണമെന്ന് എത്ര നിർബന്ധം എന്താ? ചെയ്യാം, പക്ഷെ ബുദ്ധിമുട്ടുന്നതിന്റെ ഫലം നമുക്ക് തന്നെ കിട്ടണം. ആ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഇതൊക്കെ നോക്കി നടത്തുന്നതിന് നല്ലൊരു തുക മാറ്റി വെച്ചിട്ടാണ് അവന്മാരെ കണക്ക് കാണിക്കുന്നത്. അല്ലാതെ ബാങ്കിൽ നിന്ന് ശമ്പളം കിട്ടുന്ന മുക്കാ ചക്രം കൊണ്ടാ നിങ്ങളുടെ മഹാനാടിയെ പോലെ ജീവിക്കുന്ന കരുതിയേ? നീ വിചാരിക്കുന്ന അത്ര മണ്ടനല്ല ഞാൻ. ഓ, ഞാനൊന്ന് കൺകുളിർക്ക കാണട്ടെ എന്റെ കൊച്ചു മിടുക്കനെ. എന്നാൽ ഈ മിടുക്കൻ ഒരു കാര്യം കൂടി ചെയ്യണം. ഭാഗം വെക്കുമ്പോ വീടും ഈ തെങ്ങും തോപ്പും നമുക്ക് തന്നെ തരാൻ അമ്മയോട് പറയണം. അമ്മയോട് പറയാനോ? ആര്? ഞാനോ? പിന്നല്ലാതെ. അമ്മയോട് പറയാന്നൊക്കെ പറഞ്ഞാൽ എന്നാ പറയണ്ട. പറയാനും തടവാനും മിടുക്കുള്ളവരെ കൊള്ളാവുന്നൊക്കെ അങ്ങ് കൊണ്ടുപോകും. സ്വന്തം അമ്മയല്ലേ, മൂത്ത മോനല്ലേ, നിനക്ക് എന്താ വീതം ചോദിച്ചാല്? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് എന്തിനാ ശകുന്തള നീ എന്നെ തെളിയിപ്പിക്കുന്നത്? പാരമ്പര്യമായിട്ട് മക്കൾക്കല്ലല്ലോ, കൊച്ചുമക്കൾക്കല്ലേ വീതം. ഇത് കോടതി നിയമമൊന്നും അല്ലല്ലോ, പണ്ടാരാണ്ട് ഉണ്ടാക്കി വെച്ചതല്ലേ. ഈ തളയ്ക്ക് അങ്ങോട്ട് മാറ്റിക്കൂടെ? അല്ല പിന്നെ, അല്ല മൂന്നായിട്ട് ഭാഗം വെച്ചോട്ടെ. ആ എടി മണ്ടി, ഭാഗം വെച്ചാ 1/3 ഭാഗമല്ലേ നമുക്ക് കിട്ടൂ. ഇതിപ്പോ മൊത്തം കാര്യങ്ങൾ നമ്മുടെ കൈക്കൂടല്ലേ പോകുന്നത്. അതിന്റെ ചില്ലുവാനം നമ്മുടെ കൈ തന്നെയല്ലേ വരുന്നത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? എല്ലാം നമ്മുടെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നമ്മുടെ സ്വന്തം എന്ന് പറയാൻ എന്താ ഉള്ളത്? ഒരു കുഞ്ഞുണ്ടാവുന്നുള്ള സ്വപ്നമൊന്നും ഇനി എനിക്കില്ല. എന്നാലും നമ്മുടെ വീട്ടിൽ ഇത്തിരി സ്വൈര്യമായിട്ട് കഴിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് എനിക്ക്. അതിനാദ്യം അവളുമാരെ പോച്ച് പുറത്തിയായിരിക്കണം. പോരെങ്കി ഇപ്പൊ അനിയത്തിന്നും പറഞ്ഞിട്ട് വന്ന് കേറിയിട്ടുണ്ടല്ലോ. എനിക്ക് അവളെ അങ്ങോട്ട് കാണുമ്പോ ഉണ്ടല്ലോ, വെള്ളം കോരുമ്പോ കിണറ്റി പിടിച്ച് തള്ളിയിടണം പിശാചിനെ. ഓ, കരുക്കളൊക്കെ നീക്കി തുടങ്ങി. വെറും മണ്ട നീക്കമല്ല, ഈ ലോക ചെസ് ചാമ്പ്യന്റെ ആളുണ്ടല്ലോ, എന്താ അയാളുടെ പേര്? ആസ്പ്രയോ? അല്ലെ പോട്ടെ, അയാളുടെ പേര് പോട്ടെ. പിന്നെ അങ്ങേര് നീക്കുന്ന പോലെ ബുദ്ധിപൂർവമാ. ചേട്ടൻ വലിയ വക്കീലായിട്ട് അദ്ദേഹത്തിന് തല ഇതുവരെ തോന്നിയോ? ഓ, അതിനകത്തു വല്ല കൊലപാതകോ ബലാത്സംഗോ പെൺമാണിക്കോ ഒക്കെ അല്ലേ ഉള്ളൂ. ചേച്ചി വിഷമിക്കണ്ട, ഞാനൊന്ന് ഉപദേശിച്ച് നോക്കട്ടെ. നമ്മളെ ഉമ്മായിരുന്നാലേ തെങ്ങിൻചാരി ഒന്നും പെണ്ണിനെ കൊണ്ടങ്ങ് പോവും. ആണുങ്ങൾക്ക് അപ്പപ്പ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കേണ്ട നമ്മള് പെണ്ണുങ്ങളുടെ കടമയല്ലേ. ചേട്ടനെന്തിയെ കുളിക്കുക? രാത്രിയിലാണോ കുളി? വൈകുന്നത് വരെ കോട്ടും ഗൗണും വലിച്ചേറ്റി ഇരിക്കുന്നതല്ലേ. വന്നാലൊരു കുളി പതിവാ. എന്നാ കുളിച്ചിട്ട് വരട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഇറച്ചിക്കറിയാണോ ചേച്ചി? നല്ല മണം വരുന്നു. ഏയ്, ഇവിടെ ഞായറാഴ്ച മാത്രമേ ഇറച്ചി വാങ്ങിക്കൂ. അയ്യോ, എന്നാ പിന്നെ ഈ മണം വരുന്നത്? ചേട്ടൻ നല്ല തിളച്ച വെള്ളത്തിലല്ലേ കുളിക്കൂ? വെന്ത് കാണും, അതിന്റെ ആയിരിക്കും മണം. എന്നാ പിന്നെ ചേട്ടൻ ഇറച്ചി മസാല കലക്കി വെള്ളത്തിലാണോ കുളിക്കുന്നത്? കർത്താവേ, മഹാപാവികൾ. ഈശോയെ, വെള്ളം ഓ, സ്റ്റേഷനിൽ വരുന്ന പ്രതികൾക്കൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നെങ്കിൽ നമുക്ക് അല്ലലില്ലാതെ കഴിയായിരുന്നു. കസ്റ്റഡി കിട്ടുന്ന 90% പ്രതികളും ദരിദ്രവാസികളാണ്. കോഴി പോയിട്ട് കപ്പ പോലും മേടിക്കാൻ ഗതിയില്ലാത്തവർ. വല്ലപ്പോഴും ഒരു കോഴി വന്നെങ്കിലായി. നീ വേഗം വെട്ടി വിഴുങ്ങാന്ന് വെച്ച് ഞാൻ കൈ കഴിയിട്ട് വരാം. അയ്യോ, ഒരു മുറി പച്ചക്കറി, മറ്റൊരു മുറി കോഴി പൊരിച്ചതും. ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ പുണ്യ? ഇവളെന്തിന് ഈ മുറി വന്നു? ഈ മുറി വെച്ച് FIR എഴുതി വരുമോ? നീ വെള്ളം എടുക്കേ, വെള്ളം ചെടുക്കടി. ഓ, ഞാൻ 1-ാം പ്രതി ആവോ? അല്ല, ഓ, അവർക്ക് പൊറോട്ട ഇറച്ചി പാക്ക് ചെയ്യാൻ കൊണ്ട സമയം ഇവിടെ പുറകിൽ ഒരുത്തി വടിയായിട്ട് കിടക്കുമ്പോഴാ. കണ്ണോർന്ന് എഴുന്നേക്കടി. അയ്യോ, മുളക് മുളക്. പിന്നെ ഉമ്മച്ചേച്ചിയുടെ തുണിയൊക്കെ ഒതുക്കി വെക്കാലോ എന്ന് കരുതിയാ ഞാൻ ആ മുറിക്കകത്തോട് കയറിയത്. അപ്പോഴാണ് ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് കോഴി പൊരിച്ചതും പൊറോട്ടയും തിന്നുന്നത്. രണ്ടുപേരും കൂടെ എന്നെ ഉപദ്രവിച്ച്. ഇനിയില്ലോ ഞാൻ എങ്ങനെ കാണുവേ? ഇതിനാണോ ഞാൻ ഇത്രയും ദൂരം വന്നത്? അയ്യോ, അബദ്ധത്തിന് ഞാനൊന്ന് കണ്ടുപോയി. ഉടനെ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നോന്നും ചോദിച്ചോണ്ട് വല്യമ്മച്ചിയുടെ പോലീസ് പോലെ എന്നെ പിടിച്ച് തള്ളു ഒറ്റ. അയ്യോ, എന്നിട്ട് അതും പോരാഞ്ഞ് ഉമ്മച്ചേച്ചി എരിവ് വരണ്ട വിരല് കൊണ്ട് 2 കണ്ണിൽ മാറി 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 കുത്തി.
കേട്ടോ. നിന്റെ ഒരു അനീതിയായിരുന്നെങ്കിൽ നീ അതിക്രമം കാണിക്കുമായിരുന്നു. ഒരു പോലീസുകാരന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമമ്മേ? ദുഷ്ടൻ. ഇവിടുത്തെ അടുക്കളയിൽ ഉണ്ടാക്കുന്നൊന്നും പോറഞ്ഞിട്ടാ അവര് ഒളിച്ചു തീറ്റി. എന്നാ ഇനി മുതൽ ഹോട്ടലിൽ തന്നെ ആയിക്കോ വെപ്പം കൂടിയൊക്കെ ദരിദ്രവാസി. എന്ന് ഒരു കഷണം ഇവിടെ ആർക്കും തരാൻ തോന്നി നിനക്ക്? തെണ്ടി. എന്റെ അമ്മയെ ഞാൻ അത് ഇവിടെ എല്ലാവർക്കുമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ എന്റെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന എന്റെ പെറ്റമ്മയും ചേട്ടന്മാരും ചേട്ടത്തിമാരും കഴിക്കുന്നതിനുള്ള നിലവാരം അതിനുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് നിലവാരം ഉണ്ടോ? ഇല്ല. മാണിക്യമംഗലത്തിന്റെ പാരമ്പര്യത്തിന് ചേരാത്ത സാധനം. അപ്പൊ തന്നെ ഞാനത് ജനലിൽ കൂടി വലിച്ചു പുറത്തേക്ക് എറിഞ്ഞു. പച്ച കള്ളവാ ചേട്ടാ ഈ പറയുന്നത്. ജനിച്ച് 8ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചേ പിന്നെ ഒരു അമ്മയുടെ സ്നേഹം ഞാൻ ഇവിടെ വന്ന അറിയുന്നത്. ആ അമ്മയുടെ സ്നേഹം കുറച്ച് ദിവസവും കൂടി അനുഭവിക്കല്ലോ എന്ന് കരുതിയാണ് ജനിച്ച നാടും വീടും പ്രായം ചെന്ന പപ്പയും വിട്ട് 178 കിലോമീറ്റർ KSRTC ബസ്സിൽ 68 രൂപ 50 പൈസ കൊടുത്ത് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ വന്ന് 2 ആഴ്ച കൊണ്ട് ഒന്നും എനിക്ക് മനസ്സിലായി എന്നെ ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലേ പോയേക്കാം എന്ന് വെച്ചാൽ ഞാൻ തീരെ അറിയില്ല പൊളിങ്ങനെ പീഡിപ്പിക്കണോ. അറിയാതെ മോളെ അറിയാതെ നാളെ രാവിലത്തെ വണ്ടിക്ക് എന്നെ നിന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാം. നീ കാരണം ഇവിടെ ആരും ബുദ്ധിമുട്ടണ്ട. മോളെങ്ങും പോകുന്നില്ല. എന്റെ മക്കൾക്കും മരുമക്കൾക്കും ഇവളിവിടെ നിൽക്കുന്നതിൽ ഇഷ്ടക്കേടുണ്ടെങ്കിൽ തുറന്നു പറയണം. ഇവിടെ ആർക്കും ഇഷ്ടമല്ലെങ്കിലും ഇവളിവിടെ തന്നെ നിൽക്കും. ഇതെന്റെ വീടാ. വാ മോളെ. പൊറോട്ടയും ചിക്കനും ഇനി ബാക്കിയുണ്ടാ? പാവം.